ഫങ്ഷൻസിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീഡിയോ ക്ലാസ്സുകൾ കാണുമ്പോൾ തുടർച്ചയായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കുള്ളൊരു ക്ലാസ് കാണാതെ നിങ്ങൾ അതിനടുത്തുള്ള ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ കൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ക്ലാസ്സുകൾ എപ്പോഴും തുടർച്ചയായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഓരോ ക്ലാസ്സും അതിൻ്റെ ക്രമത്തിൽ തന്നെ കാണുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ട്രിഗണോമെട്രിക് വാല്യൂസിൻ്റെ പ്രത്യേകതകൾ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ വാല്യൂസ് പ്രത്യേക ആംഗിൾസിലുള്ള ഒരു ടേബിൾ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സൈനിൻ്റെ വാല്യൂ ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം, സൈനിൻ്റെ വാല്യൂ 0 ആവുന്ന പ്രത്യേക ആംഗിൾസ് എന്ന് പറയുന്നത് ഒന്നാമത്തത് 0 ആണ്, അടുത്തത് പൈ ആണ്, അടുത്തത് 2π ആണ്. ഇനി അടുത്ത് നമ്മൾ വാല്യൂസ് എഴുതിയിട്ടില്ല, പക്ഷെ നമുക്ക് നോക്കിയാൽ അറിയാം, ആ സർക്കിളിനകത്ത് ഓരോ പൈയുടെ മൾട്ടിപ്പിൾസ് വരുമ്പോഴും സൈനിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അവിടെ 0 മീൻസ് 0 ഇൻറ്റു പൈ, 1 ഇൻറ്റു പൈ, 2 ഇൻറ്റു പൈ, അതുപോലെ 3π, 4π എക്സെട്ര. ഈ വാല്യൂസിലൊക്കെ തന്നെ സൈനിൻ്റെ വാല്യൂസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് പൈയിലൊക്കെ തന്നെ സൈനിൻ്റെ വാല്യൂസ് 0 ആയിരിക്കും. അതുപോലെ കോസിൻ്റെ വാല്യൂ 0 എന്ന കേസസ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഒന്നാമത്തെ നമ്മൾ എഴുതിയ ആ ടേബിളിനകത്ത് ആദ്യമായിട്ട് വരുന്ന വാല്യൂ π/2 ആണ്. അതുപോലെ 3π/2, അതുപോലെ 2πയിൽ 1 ആണ് വാല്യൂ. π/2 3π/2 ആണ്. അതായത് 1π/2, 3π/2, അടുത്തത് എന്തായിരിക്കും? 5π/2, നെക്സ്റ്റ് 7π/2, അങ്ങനെയാണ് വരിക. അതായത് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2, അതായത് ഓഡ് നാച്ചുറൽ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ, ഓഡ് ഇൻറ്റിജേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1π/2, 3π/2 എക്സെട്ര. അപ്പോൾ ഒന്നുകൂടി നമുക്ക് അതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. സൈനിൻ്റെ വാല്യൂസ് 0 ആവുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് പൈയിലാണ്. അതുപോലെ കോസിൻ്റെ വാല്യൂ 0 ആവുന്നത് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈയിൽ, π/2, ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2. അപ്പോൾ അതിനെ നമുക്കൊന്ന് ഒരു ഫോർമുലയായിട്ട് മാറ്റുവാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് സൈൻ എക്സ് ഈക്വൽ ടു 0 അല്ലേ? നമുക്കിങ്ങനെ എഴുതാം, സൈൻ എക്സ് ഈക്വൽ ടു 0 വെൻ ഇംപ്ലൈസ് വാട്ട്? എക്സ് ഈക്വൽ ടു nπ, n ബിലോങ്സ് ടു z, ഇങ്ങനെ പറയാം. അതായത് z എന്ന് പറയുന്ന സെറ്റ് ഏതാണ്? z എന്ന് പറയുന്ന സെറ്റ് ഇൻറ്റീജേഴ്സിന് സെറ്റാണ്. അപ്പോൾ ഇൻറ്റീജേഴ്സ് വാല്യൂസ് എന്നിന് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾസിലൊക്കെ തന്നെ സൈൻ എക്സിൻ്റെ വാല്യൂ 0 ആണ്. ഇപ്പോൾ എന്നിന് ഞാൻ മൈനസ് കൊടുക്കുകയാണെങ്കിൽ -π, 0 കൊടുക്കുമ്പോൾ 0π, 1 കൊടുക്കുമ്പോൾ 1π, 2π, 3π, 4π എക്സെട്ര. ഏത് ഇൻറ്റീജർ എന്നിന് കൊടുത്താലും ആ ആംഗിൾസിലൊക്കെ തന്നെ സൈൻ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ കോസ് എക്സിൻ്റെ വാല്യൂ 0 ആണെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ആ ടേബിളിനകത്ത് നിന്ന് കോസ് എക്സിൻ്റെ വാല്യൂ 0 ആണെന്ന് എക്സ് ആംഗിൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസിലാണ് അല്ലേ? 1π/2, 3π/2, അതുപോലെ 5π/2, അങ്ങനെയുള്ള മൾട്ടിപ്പിൾസിലാണ്. അപ്പോൾ ഓഡ് നമ്പറിനെ നമ്മൾ സാധാരണ ഗതിയിൽ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? 2n + 1π/2, ഇങ്ങനെയാണ് നമ്മൾ ഓഡ് നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ എന്നിന് 0 കൊടുക്കുന്നു വിചാരിക്കുക. എന്താണ് ഈ ബ്രാക്കറ്റിനകത്ത് വരിക? n 0 ആയാൽ 0 + 1, 1π/2. എന്നിന് 1 കൊടുത്താൽ 2 + 1, 3π/2. നമ്മൾ ടേബിളിൽ നോക്കിയതാണ് 1π/2, 3π/2 ഇങ്ങനെയുള്ള വാല്യൂസ്. നമ്മൾ ടേബിളിൽ കുറച്ച് വാല്യൂസേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മൾ ആ സർക്കുലർ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്, 2πയുടെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും വീണ്ടും ആംഗിൾ വന്നെത്തുന്നത് നേരത്തെ വന്ന പോയിന്റ് തന്നെ ആയിരിക്കും. അപ്പോഴൊക്കെ തന്നെ ഈ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യും.
അതുകൊണ്ടാണ് നമ്മൾ ആ ഫംഗ്ഷനെ എന്ത് പറയുന്നത്, സർക്കുലർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ റൗണ്ട് വരുമ്പോഴും ഈ ആംഗിൾസ് വന്നുകൊണ്ടേയിരിക്കും. അതായത് 1π/2, 3π/2, 5π/2 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ആംഗിൾസിലൊക്കെ തന്നെ കോസിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 കോസ് എക്സ് 0 ആയിരിക്കും. ഇനി സൈൻ എക്സ് 0 എന്ന വാല്യൂസ് എന്ന് പറയുന്നത് എല്ലാ മൾട്ടിപ്പിൾസ് ഓഫ് പൈയിലും, ഓൾ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് പൈ. ഇപ്പോൾ എന്നെ ഏതൊരു ഇൻറ്റീജർ ആയാലും എൻ പൈയുടെ വാല്യൂവിൽ സൈനിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇതുകൂടി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട റിസൾട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഇത്ര ദിവസം പഠിച്ച ചാപ്റ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടഫാണ്. കാരണം ഇതാണ്, ഇതിനകത്ത് കുറേ റിസൾട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ബോക്സിൽ വരച്ച് കാണിക്കുന്നതൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലേക്ക് ഓർത്ത് വെക്കേണ്ട റിസൾട്ട്സുകളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയത് സൈൻ എക്സിൻ്റെ വാല്യൂ 0 ആവുന്ന എക്സുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. അതായത് പൈയുടെ എല്ലാ മൾട്ടിപ്പിൾസിലും സൈൻ എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതുപോലെ കോസ് എക്സിൻ്റെ വാല്യൂ 0 ആവുന്ന എക്സുകൾ ഏതൊക്കെയാണ്, π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾ, അതായത് 90 ഡിഗ്രിയുടെ ഓഡ് മൾട്ടിപ്പിൾസിലൊക്കെ തന്നെ കോസ് എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അന്നേരം കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. എക്സാമ്പിൾ, ഇപ്പോൾ സൈൻ 360 എന്തായിരിക്കും വാല്യൂ, 90യുടെ മൾട്ടിപ്പിൾ അല്ലേ, 2π എന്ന് പറയുന്ന വാല്യൂ ആണ് 360 എന്ന് പറയുന്ന ആംഗിൾ അല്ലേ, ഡിഗ്രി മെഷറിൽ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്തായിരിക്കും, പൈയുടെ മൾട്ടിപ്പിളാണ്, ദഫോർ വാല്യൂ ഈസ് ഈക്വൽ ടു 0. ഇനി സൈൻ 3π എന്ന് പറഞ്ഞാലോ വാല്യൂ 0. സൈൻ 100π എന്ന് പറഞ്ഞാലോ വാല്യൂ 0 ആണ്. സൈൻ -20π എന്ന് പറഞ്ഞാലോ വാല്യൂ 0 ആണ്. ഉടനെ നമുക്ക് പറയാം, അതായത് പൈയുടെ മൾട്ടിപ്പിൾ വന്നാൽ തീർച്ചയായിട്ടും വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അത് ഡിഗ്രി മെഷറിലായാലും റേഡിയൻ മെഷറിലായാലും. ഡിഗ്രി മെഷറിലാണെങ്കിൽ പൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 180 ആണ്. അപ്പോൾ 180യുടെ മൾട്ടിപ്പിളൊക്കെ തന്നെ സൈൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ റിസൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കോസിൻ്റെ വാല്യൂ, നമുക്കിത് കോസിൻ്റെ വാല്യൂസ് ഒന്ന് നോക്കാം. കോസിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞ റിസൾട്ട് ഒന്ന് നമുക്ക് എക്സാമ്പിൾസിലൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം. അതായത് കോസിൻ്റെ വാല്യൂ 0 ആകുന്നത് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2. π/2 എന്ന് പറഞ്ഞാൽ 90 ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കോസ് 270 ഡിഗ്രി എത്രയായിരിക്കും, 0 ആയിരിക്കും. എന്തുകൊണ്ടാണ്, 90യുടെ 3 × 90 ആണ് എന്ത് വരിക, 270. 3 × 90 എന്ന് പറഞ്ഞാൽ ഓഡ് മൾട്ടിപ്പിളാണ്. നോക്കുക, 3 ഓഡല്ലേ, ഓഡ് ഇൻറ്റീജർ അല്ലേ, 3 × 90 = 270. അപ്പോൾ കോസ് 270 എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി അതുപോലെ നമുക്ക് റേഡിയൻ മെഷറിലാണെങ്കിൽ കോസ് 3π/2 എന്തായിരിക്കും, 0 ആയിരിക്കും. കോസ് 5π/2 എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2. ഇപ്പോൾ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ 90യുടെ ഓഡ് മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഡിഗ്രി മെഷറിൽ നമുക്ക് നോക്കാം, വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ 270യുടെ കോസ് വാല്യൂ 0. ഈ റിസൾട്ട് നന്നായിട്ട് ഓർത്ത് വെക്കുക. നമുക്ക് പലപ്പോഴും ആവശ്യം വരുന്നൊരു റിസൾട്ടാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തതായി നമുക്ക് സൈനിൻ്റെ കോസിൻ്റെയും വാല്യൂസ് എപ്പോഴൊക്കെ ഏതൊക്കെ ക്വാഡ്രൻറ്റിലാണ് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആവുന്നത് നോക്കാം. നമ്മൾ ആദ്യം വരച്ച ആ ചിത്രം, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വരച്ച ആ ചിത്രത്തിലേക്ക് നമുക്ക് പോകാം. ഇത് യൂണിറ്റ് സർക്കിളാണെന്ന് പറഞ്ഞു. അതിൽ പി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തു, കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്തു. നമുക്കിതിൽ നിന്ന് കിട്ടിയത് പിയുടെ എക്സ് കോർഡിനേറ്റ് കോസ് എക്സും വൈ കോർഡിനേറ്റ് സൈൻ എക്സും ആണെന്ന് പറഞ്ഞു. അതായത് എക്സ് റേഡിയനാണ് ഇവിടെ ആംഗിൾ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിയുടെ എക്സ് കോർഡിനേറ്റ് കോസ് എക്സും വൈ കോർഡിനേറ്റ് സൈൻ എക്സും ആണ്. ഇനി ഓരോ പോയിന്റിലും നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇവിടെ എത്തുമ്പോൾ 90 ഡിഗ്രിയാണ്, ഇവിടെ എത്തുമ്പം
180, അതായത് പൈ ആംഗിളാണ്. ഇത് π/2 ആംഗിളാണ്. അതുപോലെ ഇവിടെ എത്തുമ്പോൾ 3π/2 ആംഗിളാണ്. ഇവിടെ എത്തുമ്പോൾ 2π ആണ്. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം വാല്യൂസ് ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. വീണ്ടും ഈ അടുത്ത റൗണ്ടിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതേ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതേ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പോൾ 3π/2 5π/2 ഒക്കെ പറഞ്ഞ് അടുത്ത റൗണ്ടിലെത്തുമ്പോൾ വീണ്ടും അതേ പൊസിഷനിലെത്തും. അപ്പോൾ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 തന്നെ കോസിൻ്റെ വാല്യൂ 0 കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം കോസിൻ്റെ വാല്യൂ 0 കിട്ടുന്ന ഒരു പോയിൻ്റ് ഇവിടെയാണ്, അടുത്ത പോയിൻ്റ് ഇവിടെയാണ്. അപ്പോൾ അടുത്ത ഒരു റൗണ്ട് കഴിഞ്ഞ് അടുത്ത പോയിന്റിലെത്തുമ്പോൾ വീണ്ടും 0 ആവും, വീണ്ടും 0 ആവും ഇവിടെ എത്തുമ്പോൾ. അങ്ങനെയാണ് ആ വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഇനി ഇവിടെ നമ്മൾ എക്സ് എന്ന ആംഗിള് മെഷർ ചെയ്തിട്ടുള്ളത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അല്ലേ? ഇനി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആംഗിളിൻ്റെ മെഷർമെൻറ്റ് നെഗറ്റീവായിരിക്കും. ട്രിഗണോമെട്രി തുടങ്ങുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആംഗിൾസിനെ പറ്റി പറഞ്ഞിരുന്നു. അവിടെ ആംഗിൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ പോസിറ്റീവും ക്ലോക്ക് വൈസിലാണെങ്കിൽ നെഗറ്റീവുമാണ്. അപ്പോൾ നമ്മൾ ഈ ആംഗിള് ക്ലോക്ക് വൈസിൽ ഇങ്ങോട്ടേക്കൊന്ന് മെഷർ ചെയ്താൽ ഈ ഒ പി എന്ന് പറയുന്ന റേ ഇവിടെയാണ് ഉണ്ടാവുക അല്ലേ? ഒ ക്യൂവിലാണ് ഉണ്ടാവുക. നമുക്കതിനെ ക്യൂ എന്നുള്ള പോയിൻ്റായിട്ട് എടുക്കാം. ക്യൂ. അപ്പോൾ ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയായിരിക്കും? ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് ഇവിടെ നമുക്കറിയാം ഈ ദൂരം എ ആണ് അല്ലേ? എ ആകുമ്പോൾ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് എ തന്നെയായിരിക്കും, പോസിറ്റീവാണ്. വൈ കോർഡിനേറ്റ് എന്താ സംഭവിച്ചത്? വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് താഴോട്ടേക്ക് വന്നു അല്ലേ? ഇതല്ലേ വൈ കോർഡിനേറ്റ് ഇവിടെയാണ് ഉണ്ടാവുക. അതായത് വൈ ആക്സിൻ്റെ നെഗറ്റീവ് സൈഡിലാണ് വൈ കോർഡിനേറ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആംഗിള് നെഗറ്റീവ് ആകുമ്പോൾ, അതായത് എക്സിൻ്റെ വാല്യൂ നമുക്കിവിടെ എക്സിനെ നെഗറ്റീവ് എക്സ് എന്ന് എഴുതാം. നെഗറ്റീവ് എക്സ് ആകുമ്പോൾ സൈൻ നെഗറ്റീവ് എക്സ്, അതായത് നമ്മളിപ്പോൾ എടുക്കുന്നത് ഈ പോയിൻ്റ് വെച്ചിട്ടാണ് പറയുന്നത്. ആംഗിൾ നമ്മൾ നെഗറ്റീവ് എന്ന് എടുക്കുന്നു, നെഗറ്റീവ് എക്സ് എന്ന് എടുക്കുന്നു. നമ്മളിവിടെ എക്സ് പോസിറ്റീവ് എക്സ് എടുത്തപ്പോൾ പിയുടെ എക്സ് കോർഡിനേറ്റ് കോസ് എക്സും വൈ കോർഡിനേറ്റ് സൈൻ എക്സും. ഇവിടെ നമ്മൾ ആംഗിൾ നെഗറ്റീവ് എക്സ് എടുക്കുമ്പോൾ എക്സ് കോർഡിനേറ്റ് എന്താണ്? കോസ് നെഗറ്റീവ് എക്സും വൈ കോർഡിനേറ്റ് സൈൻ നെഗറ്റീവ് എക്സുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ എഴുതി കഴിഞ്ഞു, സൈൻ എക്സ് എന്ന് പറയുന്നത് ബി ആണ് അല്ലേ? കോസ് എക്സ് എന്താണ്? എ ആണ്. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ കോസ് നെഗറ്റീവ് എക്സ് ആണ് എ അല്ലേ? കോസ് നെഗറ്റീവ് എക്സ് എ ആണ്. അതായത് ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ്, ആംഗിൾ നെഗറ്റീവ് എക്സ് ആണ്. അപ്പോൾ കോസ് നെഗറ്റീവ് എക്സ് എക്സ് കോർഡിനേറ്റ് ആയിരിക്കും, എ ആയിരിക്കും. സൈൻ നെഗറ്റീവ് എക്സ് എന്താണ്? നെഗറ്റീവ് ബി ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കോസ് നെഗറ്റീവ് എക്സ് എന്ന് പറഞ്ഞാൽ എ ആണ്, അതായത് അത് കോസ് എക്സിനോട് ഈക്വൽ ആണ്. സൈൻ നെഗറ്റീവ് എക്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ബി ആണ്, അത് നെഗറ്റീവ് ഓഫ് സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു റിസൾട്ടാണ് കോസ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്, സൈൻ നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ എക്സ്. അപ്പോൾ ആംഗിൾ നെഗറ്റീവ് ആകുമ്പം വാല്യൂ നെഗറ്റീവ് ആകുന്നുണ്ട് സൈനിൻ്റെ അല്ലേ? ആംഗിൾ നെഗറ്റീവ് ആകുമ്പോൾ കോസിൻ്റെ വാല്യൂവിൽ മാറ്റം വരുന്നില്ല. കോസിൻ്റെ വാല്യൂ ആംഗിൾ പോസിറ്റീവ് ആയപ്പോഴുള്ള അതേ വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ആംഗിൾ നെഗറ്റീവ് ആയാലും കോസിൻ്റെ വാല്യൂവിൽ ഒരു മാറ്റവും വരുന്നില്ല. അതുപോലെ സൈനിൻ്റെ വാല്യൂവിൽ എന്താ മാറ്റം വരുന്നത്? ആംഗിൾ നെഗറ്റീവ് ആയാൽ നേരത്തെ കിട്ടിയ വാല്യൂവിൻ്റെ നെഗറ്റീവാണ് നമുക്ക് സൈനിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് ഒന്ന് ഓർത്ത് വെക്കണം നമ്മൾ. ഇത് നമ്മൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു റിസൾട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ട്രിഗണോമെട്രിയിലെ ആദ്യത്തെ ഭാഗം തുടക്കത്തിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് മുന്നോട്ടേക്ക് ട്രിഗണോമെട്രി ഇനി പഠിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് വരും. അപ്പം നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. വീഡിയോ നിങ്ങൾക്ക് ആവർത്തിച്ച് കാണാം, എന്നിട്ട് കൺസെപ്റ്റ് നന്നായിട്ട്
മനസ്സിലാക്കാം. അടുത്തതായി നമ്മൾ ഈ സർക്കിളിൽ തന്നെ മനസ്സിലാക്കുന്ന മറ്റു കാര്യങ്ങളാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു എക്സിൻ്റെ വാല്യൂ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് അല്ലേ. ഇത് എക്സ് ഇപ്പോൾ ഏതിലാണ് ഉള്ളത്? ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്. ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. എങ്ങനെയാണ് ക്വാഡ്രൻ്റ്? നമ്മളിപ്പോൾ എക്സ് ആക്സ് ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ, വൈ ആക്സും വരക്കുമ്പോൾ 4 ഭാഗമായിട്ട് ഈ പ്ലെയിന് ഡിവൈഡഡ് ആവുന്നുണ്ട് അല്ലേ. അതിൽ ആദ്യത്തേതാണ് ഇതാണ് ഫസ്റ്റ് ക്വാഡ്രൻ്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രൻ്റ്, ഇത് തേർഡ് ക്വാഡ്രൻ്റ്, ഇത് ഫോർത്താണ്. അപ്പോൾ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള പ്രത്യേകത എന്താണ്? എക്സ് ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനാണ്, വൈ ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനും കൂടി ചേർന്ന് വരുന്ന പോയിൻറ്റ്സാണ് ഇവിടെ ഉള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ക്വാഡ്രൻറ്റിലുള്ള എല്ലാ പോയിൻറ്റ്സും എക്സ് കോർഡിനേറ്റും പോസിറ്റീവായിരിക്കും, വൈ കോർഡിനേറ്റും പോസിറ്റീവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആംഗിള് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള ഒരു ആംഗിൾ ആണെങ്കിൽ, അതായത് 0-നും π/2-നും ഇടയിലുള്ള ഒരു ആംഗിളാണ് എക്സ് എങ്കിൽ, റേഡിയൻ മെഷർ എക്സ് എങ്കിൽ, അതിൻ്റെ സൈൻ വാല്യൂം കോസ് വാല്യൂം നമ്മൾ പറഞ്ഞു കോസ് എക്സ് ആണ് എക്സ് കോർഡിനേറ്റ് അല്ലേ, സൈൻ എക്സ് ആണ് വൈ കോർഡിനേറ്റ്. അപ്പോൾ സൈൻ എക്സും കോസ് എക്സും എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. അപ്പോൾ സൈൻ എക്സിൻ്റെ വാല്യൂവും കോസ് എക്സിൻ്റെ വാല്യൂവും പോസിറ്റീവ് ആവുന്ന ക്വാഡ്രൻ്റാണ് ഫസ്റ്റ് ക്വാഡ്രൻ്റ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആംഗിള് 0-നും 90-ക്കും ഇടയിലാണെങ്കിൽ, അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ അതിൻ്റെ സൈൻ വാല്യൂവും പോസിറ്റീവായിരിക്കും, കോസ് വാല്യൂവും പോസിറ്റീവായിരിക്കും. ഇനി നമുക്കറിയാം ഈ സൈനും കോസും പോസിറ്റീവ് ആണെങ്കിൽ മറ്റുള്ള എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും ഇതിൻ്റെ ടേംസിലാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്കറിയാം അതും എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. അപ്പോൾ എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ പോസിറ്റീവായിരിക്കും. ഇനി ഇപ്പുറത്തേക്ക് കടക്കുമ്പോൾ നമ്മുടെ എക്സ് ഇങ്ങനെ നമ്മുടെ റേ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് എക്സ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലുള്ള ഒരു ആംഗിളായിട്ട് മാറുന്നെങ്കിൽ ഈ ക്വാഡ്രൻറ്റിലുള്ള പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? എക്സ് നെഗറ്റീവ് ആയിരിക്കും, അതായത് നെഗറ്റീവ് സൈഡിലുള്ള വാല്യൂസാണ് എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരിക. വൈ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ വൈ പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ ബി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ കോസ് എക്സ് നെഗറ്റീവും സൈൻ എക്സ് പോസിറ്റീവും ആയിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും പോസിറ്റീവാണ് അല്ലേ. ഇവിടെ ഏതാ നെഗറ്റീവായത്? കോസ് നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ കോസിൻ്റെ ടേംസിൽ വരുന്നതൊക്കെ തന്നെ നെഗറ്റീവായിരിക്കും. അപ്പോൾ ഏതൊക്കെ നെഗറ്റീവായിരിക്കും? സൈന് മാത്രമേ പോസിറ്റീവായിട്ടുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവായിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാം ഒന്നാമത്തെ ക്വാഡ്രൻറ്റിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും പോസിറ്റീവാണ്. അതുകൊണ്ട് നമുക്കതിനെ എ എന്ന് വിളിക്കാം. ഓൾ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആർ പോസിറ്റീവ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഇനി ഇവിടെ നമ്മളിപ്പോൾ നോക്കിയപ്പോൾ കിട്ടിയത് എന്താണ്? ഓൺലി സൈൻ ഈസ് പോസിറ്റീവ്. സൈനും അതിൻ്റെ റെസിപ്രോക്കൽ ഏതാ? സൈൻ്റെ റെസിപ്രോക്കല്ലേ? സൈൻ്റെ റെസിപ്രോക്കൽ ഏതാ? കൊസീക്കാണ് അല്ലേ. കൊസീക്കും സൈനും മാത്രമേ ഇവിടെ പോസിറ്റീവായിട്ടുണ്ടാവുള്ളൂ. ബാക്കി 4 ട്രിഗണോമെട്രിക് ഫങ്ഷൻസും ഇവിടെ നെഗറ്റീവായിരിക്കും, അതായത് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ. ഇനി നമുക്ക് തേർഡ് ക്വാഡ്രൻറ്റിലേക്ക് കടക്കാം. ഈ എക്സിനെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തേർഡിലേക്ക് എത്തിയെന്നായിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ തേർഡ് ക്വാഡ്രൻറ്റിലുള്ള ഒരു ആംഗിൾ ആണെങ്കിൽ 180-ക്കും 270-ക്കും ഇടയിൽ, അതായത് പൈക്കും 3π/2-നും ഇടയിലുള്ള ആംഗിളാണ് തേർഡ് ക്വാഡ്രൻറ്റിൽ ഉണ്ടാവുക. അവിടെ എത്തുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണ്? എക്സ് ആക്സിൻ്റെ നെഗറ്റീവ് സൈഡാണ് അല്ലേ, വൈ ആക്സിൻ്റെ നെഗറ്റീവ് സൈഡ്. അപ്പോൾ എക്സും വൈയും ഒക്കെ തന്നെ നെഗറ്റീവായിരിക്കും, അതായത് എയും ബിയും നെഗറ്റീവായിരിക്കും. നമ്മളെ പോയിൻ്റ് പി ഇങ്ങനെ വന്ന് ഇവിടെ എത്തും അല്ലേ. അപ്പോൾ എയും ബിയും എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. എയും ബിയും നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ കോസ് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവാണ്, സൈൻ എക്സിൻ്റെ വാല്യൂ നെഗറ്റീവാണ്. അപ്പോൾ ഏതായിരിക്കും പോസിറ്റീവ് ഉണ്ടാവുക? സൈൻ എക്സ് ബൈ കോസ് എക്സ് നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? ടാൻ എക്സ് ആണ്, അത് നെഗറ്റീവായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ടാൻ എക്സ് ആണ്, സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ്, അതെന്താണ്? പോസിറ്റീവായിരിക്കും. അപ്പോൾ ടാൻ എക്സ് ആണ് ഇവിടെ പോസിറ്റീവായിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ടി എന്ന് കൊടുക്കാം. ടാൻ എക്സ് പോസിറ്റീവായിരിക്കും. ഇനി വീണ്ടും നമ്മൾ ആംഗിള് ഈ
റേനെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തിന്നിരിക്കും. അപ്പോൾ ഏത് ക്വാഡ്രൻ്റാണ് ഇത്? ഫോർത്ത് ക്വാഡ്രൻ്റിൽ കോർഡിനേറ്റ്സിൻ്റെ പ്രത്യേകത എന്താ? എക്സ് ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനും വൈ ആക്സിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനും. അപ്പോൾ ഇവിടെ വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും, എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഏതായിരിക്കും പോസിറ്റീവ്? സൈൻ ആയിരിക്കുമോ കോസ് ആയിരിക്കുമോ പോസിറ്റീവ് ആയിരിക്കും? ഇവിടെ കോസാണ് പോസിറ്റീവ്. അതായത് കോസ് എക്സിൻ്റെ വാല്യൂ സെയിം ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ അതേ സൈനിലാണ് വരിക, അതുകൊണ്ട് തന്നെ അത് പോസിറ്റീവാണ്. അപ്പോൾ കോസ് പോസിറ്റീവും സൈൻ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ കോസാണ് പോസിറ്റീവ് ആകുന്നത് ഫോർത്ത് ക്വാഡ്രൻ്റിൽ. നമുക്കവിടെ സി എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട ഒരു അടുത്ത പോയിൻ്റാണ് നമ്മളിപ്പം പറയുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽസും, അതായത് സൈന് കോസ് ടാന് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ബാക്കി മൂന്നെണ്ണം അതിൻ്റെ റെസിപ്രോക്കലാണ്, അതും പോസിറ്റീവ് ആയിരിക്കും. ഇനി സെക്കൻഡിൽ ആരാണ് പോസിറ്റീവ്? സൈന് പോസിറ്റീവാണ്. അപ്പോൾ സൈന് പോസിറ്റീവ് ആവാന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കലും പോസിറ്റീവ് ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും സെക്കൻഡ് ക്വാഡ്രൻ്റിൽ നെഗറ്റീവ് ആയിരിക്കും. ഇനി തേർഡിലെത്തുമ്പോൾ സൈനും കോസും നെഗറ്റീവാണ്. അതായത് ടാൻ ആയിരിക്കും അവിടെ പോസിറ്റീവാണ്. ടാനും അതിൻ്റെ റെസിപ്രോക്കലായ കോട്ട് എക്സ്, ടാൻ എക്സും കോട്ട് എക്സും ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ എത്തുമ്പോൾ കോസ് ഫങ്ഷനായിരിക്കും, ഇതിൻ്റെ വാല്യൂ ആയിരിക്കും പോസിറ്റീവ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ ആരാ? കോസിൻ്റെ റെസിപ്രോക്കൽ, അതായത് 1/cos x എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ്. കോസ് എക്സും സീക്ക് എക്സും ഇവിടെ നെഗറ്റീവായിരിക്കും, പോസിറ്റീവായിരിക്കും. അപ്പോൾ അവിടെ കോസും സീക്കും പോസിറ്റീവ് ആവുന്നു. ഓർത്ത് വെക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഈ കോഡ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും അതിന് ഷോർട്ടാക്കിയിട്ട് ഓർത്ത് വെക്കാം. ഈ OASTCക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് കൊടുക്കാം. എങ്ങനെ? ആഫ്റ്റർ സ്കൂൾ ട്യൂഷൻ ക്ലാസ്. നിങ്ങൾ ലൈഫുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും ആയിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കുക. ASTC അതാണ് ഈ ചിഹ്നം ഓർമ്മിച്ച് വെക്കാൻ നമുക്ക് സഹായിക്കുന്ന കോഡ്. ഓൾ ആർ പോസിറ്റീവ്, സൈൻ ഈസ് പോസിറ്റീവ്. സൈൻ ഈസ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഏത് വരണം? അതിൻ്റെ റെസിപ്രോക്കൽ കൂടി വരണം. ടാൻ ഈസ് പോസിറ്റീവ്, കോസ് ഈസ് പോസിറ്റീവ്. ഇവിടെ ഈ ചിഹ്നം ഓർത്ത് വെക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ വാല്യൂസ് ഓരോ ആംഗിളും ഓരോ ക്വാഡ്രൻ്റിൽ വരുമ്പോൾ ചിഹ്നം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? അത് നോക്കാൻ വേണ്ടി നമുക്കൊരു കോഡ് ഫോം ചെയ്യാം, ASTC. അപ്പം ഇതിനെ നമുക്കൊരു ടേബിൾ ആക്കിയിട്ടൊന്ന് വരച്ച് നോക്കാം. ഈ ചിഹ്നം വരുന്നത് അത് ഓർത്ത് വെക്കാനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് നോക്കാം. ഈ ഒരു ടേബിളിലൂടെ നമുക്കതിൻ്റെ സൈനിൻ്റെ ഒരു രൂപം നമുക്ക് മനസ്സിലേക്ക് വരും. അതായത് സൈൻ എക്സിൻ്റെ വാല്യൂ ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ പോസിറ്റീവ്, സെക്കൻഡിലും പോസിറ്റീവാണ്, തേർഡിലും ഫോർത്തിലും അത് നെഗറ്റീവാണ്. അതുപോലെ ഫസ്റ്റ് ക്വാഡ്രൻ്റിലെ എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും പോസിറ്റീവാണ്. പിന്നെ സെക്കൻഡിൽ നോക്കുക. സെക്കൻഡിൽ സൈന് പോസിറ്റീവാണ്, അതിൻ്റെ റെസിപ്രോക്കൽ ആരാണ്? കൊസീക്ക് എക്സ്, അതും പോസിറ്റീവാണ്, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. തേർഡിൽ ടാൻ എക്സ് പോസിറ്റീവാണ്, ടാൻ എക്സിൻ്റെ റെസിപ്രോക്കൽ കോട്ടെക്സ് ആണ്, കോട്ടെക്സും പോസിറ്റീവാണ്, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. ഫോർത്ത് ക്വാഡ്രൻ്റിലാണ് ആംഗിളെങ്കിൽ അതിൻ്റെ സൈൻ വാല്യൂ നെഗറ്റീവാണ്. അതുപോലെ അവിടെ ഏതാണ് പോസിറ്റീവായിട്ട് വരുന്നത്? കോസ് എക്സ് ആണ് പോസിറ്റീവ്, അതിൻ്റെ റെസിപ്രോക്കൽ ആരാ? സീക്ക് എക്സ്, അതും പോസിറ്റീവായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ നമ്മളെ ബുക്കിലേക്ക് വരച്ച് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് വരും. ഫസ്റ്റ് quadrant all trigonometric functions are positive. In second quadrant sin is positive, sin and it is reciprocal. And third quadrant tan is positive and it is reciprocal also, cot x is also positive. And in the fourth quadrant cos x is positive, it is reciprocally sec x, it is also positive. ഇങ്ങനെ നമുക്കിതിൻ്റെ ചിഹ്നങ്ങൾ ഓർത്ത് വെക്കാം. ഈ ഫംഗ്ഷൻ്റെ വാല്യൂസ് നെഗറ്റീവ് ആകുമ്പോൾ ആ ആംഗിൾ എവിടെയായിരിക്കും, പോസിറ്റീവ് ആകുമ്പോൾ എവിടെയായിരിക്കും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ടേബിളും കൂടി നിങ്ങൾ നോട്ടിലേക്ക്
വരക്കേണ്ടി വരും. ഞാൻ നോട്ട്സ് അയച്ചു തരാം. നന്നായിട്ട് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. സംശയങ്ങളുള്ളത് വാട്സപ്പിലോ നേരിട്ടോ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് ഗൂഗിൾ മീറ്റിൽ സംശയങ്ങൾ തീർക്കാം. ഓക്കെ.